നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18, 2025 വ്യാഴം. ഇന്ന് സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ യുഎസിൽ നിന്നും നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. അവയുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. യുഎസിൽ നിന്നും മിക്സ്ഡ് ആയിട്ട് വന്ന ജോബ് ഡേറ്റയുടെ ഫലമായിട്ട് ഫെഡ് റേറ്റിൽ ഉടലെടുത്ത ആശങ്ക മൂലവും ഇന്നലെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ആകെ സന്തോഷം നൽകുന്ന ഒരു കാര്യം 16 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം മാത്രമല്ല, ഈ ഡിസംബർ മാസത്തെ ആദ്യത്തെ ബൈയിങ് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വരികയുണ്ടായി. 1171.71 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 768.94 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 25,950, 26,050 എന്നീ ലെവലുകൾ മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,750 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,700 എന്ന ലെവൽ കീ ലെവലാണ് ഡൗൺ സൈഡിലേക്ക്. കാരണം ഈ ലെവലിലായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ വീക്കിലി ലോ സ്ഥിതി ചെയ്യുന്നതും. എന്നാൽ അതേസമയം 25,700 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ തുടർന്ന് 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ഈ ലെവലും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുമുണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും നവംബറിലെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. യുഎസിലെ നവംബറിലെ റീറ്റെയിൽ സെയിൽസിൽ നേരിയ വർധനവ് മാത്രമേ രേഖപ്പെടുത്തുകയും ഉണ്ടായുള്ളൂ. ഇന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. എല്ലാ ഇവന്റുകളും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷമാണ് വരാനിരിക്കുന്നതും. വൈകുന്നേരം 5:30 യു കെയിൽ നിന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. വൈകുന്നേരം 6:45 യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരാനുണ്ട്. അതിനു പുറമെ വൈകുന്നേരം 7 യുഎസിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.2% നേട്ടത്തോടു കൂടിയും വിപ്രോ ADRന് 1.79% നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇൻഫോസിസ് ADRന് 2.5% നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ഡോക്ടർ റെഡ്ഡീസ് ADRന് നേരിയ നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ HDFC ബാങ്ക് ADRന് 0.5%, ICIC ബാങ്ക് ADRന് 0.5% നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസ് മാർക്കറ്റിൽ ഒറാക്കിളിന്റെ അടുത്ത ഡാറ്റാ സെന്ററിനായിട്ടുള്ള ഫണ്ടിങ്ങിൽ തടസ്സം നേരിട്ടേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് ഇന്നലെ 2.8% ഇടിവാണ് ഒറാക്കിളിന്റെ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായത്. മാത്രമല്ല ഇന്നലെയും യുഎസ് മാർക്കറ്റിൽ തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇടിവ് തുടരുകയാണ് ഉണ്ടായത്. തൽഫലമായി S&P 500ന് 1.25%, നാസ്ഡാക്കിന് 1.25%-ലേറെ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് 1% നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ന്റെയും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ന്റെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 1% നഷ്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.5%-ലേറെ ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഉയർച്ചയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഗോൾഡിന്റെ വിലയിലും ഉണർവ് തന്നെയാണ് ദൃശ്യമാകുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.65 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.93 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,342.60 പെർ ഔൺസ് എന്ന നിലയിൽ
നിലയിലും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.58 എന്ന നിലയിലും മാക്സ് പെയിൻ 25,850 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് അവറേജുകളായ 10-20 EMകളുടെ താഴെയായിട്ടാണ് ഇന്നലെയും വ്യാപാരം അവസാനിപ്പിച്ച് നിഫ്റ്റിക്ക് തുടരുവാനുമായത്. മാത്രമല്ല ഇന്നലെ നിഫ്റ്റി അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMയുടെ അടുത്തേക്കായിട്ടും എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 46.47 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.72 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരുകയും ഉണ്ടായത്. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 49.81 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്കും 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് നെതർലൻഡിലെ 4ാമത്തെ വലിയ റീറ്റെയിൽ ബാങ്കായ ASN ബാങ്ക് കമ്പനിയെ തന്ത്രപരമായ പങ്കാളിയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. സയന്റ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സയന്റ് സെമി കണ്ടക്ടേഴ്സ് സിംഗപ്പൂർ കൈനറ്റിക് ടെക്നോളജീസിലെ 65% ഭൂരിപക്ഷ ഓഹരികൾ $93 മില്യൺ ഏറ്റെടുക്കുന്നതിന് ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഡിസംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ശ്രീ വെങ്കട പെരിയയെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ടിറ്റഗ്ര റെയിൽ സിസ്റ്റംസ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് സുരക്ഷാ സിഗ്നൽ സംവിധാനങ്ങൾക്കായി 273.24 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് മുംബൈയിലെ മുനിസിപ്പൽ ഖരമാലിന്യ ശേഖരണത്തിനും ഗതാഗതത്തിനുമായി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 1,330 കോടി രൂപയുടെ 2 കരാറുകൾ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ AG എൻവിറോ ഇൻഫ്ര പ്രോജക്റ്റിന് ലഭിക്കുകയുണ്ടായി. KP എനർജി ഏകദേശം $4 ബില്യൺ അഥവാ 36,000 കോടി രൂപ മൂല്യനിക്ഷേപം ആവശ്യമായി വരുന്ന വലിയ തോതിലുള്ള പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം, ഊർജ്ജ സംരക്ഷണം, പ്രക്ഷേപണ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ വികസനത്തിൽ സഹകരിക്കുന്നതിനായി KP ഗ്രൂപ്പ് ബോട്സ്വാന സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിൽ ഏകദേശം 1,900 കോടി രൂപ മൊത്ത വികസന മൂല്യമുള്ള ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റായ മഹീന്ദ്ര ബ്ലോസം ആരംഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.